ഡൽഹിയിൽ വായു മലിനീകരണ തോത് 400-ൽ നിന്ന് 360-ലേക്ക് താഴ്ന്നതായി റിപ്പോർട്ട്. മലിനീകരണം നേരിടാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വ്യക്തമാക്കി. അതിനിടെ മലിനീകരണം മൂലം തനിക്ക് ശ്വാസകോശ രോഗം പിടിപെട്ടതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും വെളിപ്പെടുത്തി. ഡൽഹി നിവാസികൾക്ക് നേരിയ ആശ്വാസം പകരുന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. വായു മലിനീകരണ തോത് കഴിഞ്ഞ ദിവസങ്ങളിൽ 400-ൽ നിന്ന് 360-ലേക്ക് കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം ഡൽഹിയിലെ കനത്ത പുകമഞ്ഞിലും ചെറിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലിനീകരണ തോത് കുറഞ്ഞത് വായുവിന്റെ ഗുണനിലവാരം നേരിയ തോതിൽ മെച്ചപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മലിനീകരണം നേരിടാൻ സർക്കാർ കർശനമായ നടപടികൾ കൈക്കൊണ്ടു എന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് അറിയിച്ചു. സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഏകോപിതയായി പ്രവർത്തിച്ച് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനോടകം തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും ജമ്മു കാശ്മീരിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലിനീകരണം വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അകത്തെ പ്രധാനമായിട്ടുള്ള വസ്തുത. തനിക്ക് തന്നെ പുകമഞ്ഞ് മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖം പിടിപെട്ടതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഒരു ചടങ്ങിൽ വെളിപ്പെടുത്തി. നഗരത്തിലെ മലിനീകരണ തോത് എത്രത്തോളം ഗുരുതരമാണെന്നതിന് തെളിവാണ് കേന്ദ്രമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ. മലിനീകരണം നിയന്ത്രിക്കുവാനുള്ള നടപടികൾ ഊർജിതമാക്കുവാൻ ഇത് സർക്കാരിനെ പ്രേരിപ്പിക്കുമെന്നാണ് കരുതുന്നത്.